എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രെഡ് കസ്റ്റാർഡ് പുഡിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 7-8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് അതിനെ 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു നെയ്യിൽ ഈ ബ്രെഡിൻ്റെ പീസസ് എല്ലാം നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. നെയ്യ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ബ്രെഡ് സ്ലൈസസും നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇനി വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത പാല് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്നും കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 1/2 ലിറ്റർ പാല്, അതിലേക്ക് ഒരു 1/2 തൊട്ട് 3/4 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. 3/4 കപ്പ് വേണം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. അത് തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇളക്കിക്കൊണ്ട് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിൽ ഒരു ലെയറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ആദ്യത്തെ ലെയറായിട്ട് നമ്മളിത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് വീണ്ടും ബാക്കിയുള്ള ബ്രെഡ് പീസസ് എല്ലാം അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒന്നുമില്ല, നല്ല ഈസി ആയിട്ട് നമുക്കതങ്ങോട്ട് കഴിക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി പുഡിങ്ങാണ്, നല്ല ടേസ്റ്റുമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.